വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് വയ്യായ്കയുണ്ട്. എന്തായാലും വയ്യായ്കയുണ്ടൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ദിവസം മുന്നേ കർമ്മ റോഡിൽ കുറച്ച് ബോട്ടിങ്ങൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെസ്റ്റോയിൽ ഇവിടെ ശോഭമാളിൽ തൃശ്ശൂർ അവിടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏതായാലും വീഡിയോ കണ്ടിട്ട് തിരിച്ചു. അപ്പോൾ ഗൈസ്, അപ്പം ഞങ്ങൾ പൊന്നാനി കർമ്മ റോഡിലെത്തി. അങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 100 രൂപയാണ് കേട്ടോ വലിയവർക്ക് ടിക്കറ്റ്. ചെറിയവർക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും രാത്രി 6 മണിയൊക്കെ ആകുമ്പോഴാണ് ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബോട്ടിലിരുന്നിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ജാക്കറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ റൂൾ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാക്കറ്റ് ഇടുമ്പോൾ കുറച്ച് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിങ് കയറിയിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ചെത്തുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ബോട്ടിൽ. പിന്നെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്ത മോനെ പിന്നെ എന്താ വെച്ചാൽ കുറേ വീഡിയോസ് എടുത്ത് അവൻ്റേതായ ഫോട്ടോസും വീഡിയോസും അവൻ തന്നെ എടുത്ത് അവന് നല്ല ഇഷ്ടമായിട്ടാണ് ഏതായാലും. അപ്പം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊന്നാനി റോഡിൽ പോയാൽ മതി. അവിടെ ആണ് ബോട്ട് സർവീസൊക്കെ ഉള്ളത് കേട്ടോ. പൊന്നാനി കർമ്മ റോഡിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കടലും ആ പുഴയും ഒക്കെ പാടെ എന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഗൈസ്, അവനെ കുറച്ച് കഴിഞ്ഞേരം ബോട്ട് ഓടിക്കുന്ന ആളടുത്തേക്ക് പോയിട്ട് അവനും കുറച്ച് ഓടിച്ചെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ വീഡിയോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്ത കാരണം എടുത്തിട്ടില്ല. പക്ഷെ അവനെ അങ്ങോട്ട് പോയി കുറച്ച് ബോട്ടൊക്കെ ഓടിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെയും രാത്രിയാവാൻ നേരത്ത് അവൻ വീഡിയോ ഒക്കെ എടുത്തു തന്നിട്ടോ.
അപ്പോൾ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. കുറച്ച് കഴിഞ്ഞത് ഞങ്ങൾ കർമ്മ റോട്ടിൽ നിന്ന് തന്നെ മാമൂസൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാമൂസൊക്കെ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. പിന്നെ ഗൈസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ശോഭമാൾ തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ തൃശ്ശൂർ ശോഭമാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ കുട്ടികൾക്ക് കളിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി ശോഭമാളിൽ. പിന്നെ ഗെയ്സ് അവിടുന്ന് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. എന്നുവെച്ചാൽ കാർ ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാറൊക്കെ ഒന്ന് ഓട്ടി മക്കൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് ഒരു വെറൈറ്റി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചത്. പുൾസയൊക്കെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡ്. അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. പുതിയൊരു വ്ളോഗുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.